ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ട്രിപ്പ് പോകാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്തവണ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിയോഗിലോട്ടാണ്. ധനുഷ്കോടി കഴിഞ്ഞിട്ട് അടുത്തൊരു ലോങ് ട്രിപ്പ് തന്നെയാണ് ആദിയോഗിലോട്ട്. നമ്മളെല്ലാം ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഇനി യാത്ര തുടങ്ങുന്നതിന് ശേഷം യാത്ര പോകുന്ന ഇരുമ്പുവാരത്തിൻ്റെ അവിടെ മാണ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടാനെ വഴി. നമ്മൾ രണ്ടുപേരുമാണ് ട്രിപ്പ് പോകണത്. രണ്ട് വണ്ടിക്കകത്താണ് പോകുന്നത്. ഇവൻ്റെ ഇമ്പൾസിലും എൻ്റെ ഹോണ്ട ഗ്രാസിയ സ്കൂട്ടറിലും. ഈ ബാഗിൽ അത്യാവശ്യം രണ്ട് ബാഗിൽ അത്യാവശ്യം ടൂൾസും കാര്യങ്ങളുണ്ട്. ധനുഷ്കോടി പോയപ്പോഴും എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ അതിൻ്റെ അകത്തുള്ളതുകൊണ്ട് നമുക്ക് അത് റെഡി ചെറുതായിട്ടെങ്കിലും റെഡിയാക്കിയിട്ട് നമുക്ക് ഓടിച്ച് വർക്ക്ഷോപ്പ് എത്തിക്കാൻ പറ്റിയ സാധനങ്ങൾ മൊത്തം അതിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ നേരെ അതിരപ്പള്ളി പോയി അവിടെ നിന്ന് മലക്കപ്പാറ അങ്ങനെ ഫോറസ്റ്റ് റേഞ്ച് കൂടെ കയറി ആണ് പോണത്. പിന്നെ വെള്ളച്ചിക്ക് വെച്ചാൽ ഞാൻ കേരള റേഞ്ചിലാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തേക്കണം. അവിടെ നമ്മൾ ആദ്യമായിരിക്കും പോകണേട്ടാ. അപ്പോൾ നമ്മളെ യാത്രയും വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം. ഒരാഴ്ച നമ്മൾ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മളെ ഫോൺ നമ്പർ വണ്ടി നമ്പർ പേരെല്ലാം എഴുതിയിട്ട് നമ്മളിവിടെ ചെക്ക് പോസ്റ്റ് അന്തോടന്ന് യാത്ര തുടരുന്നുണ്ട്. ആനേനൊക്കെ കാണാൻ പറ്റുമെന്നുള്ള ഒരു എന്താ പറയുക ആകാംക്ഷയെല്ലാം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണത്. കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പം നമുക്ക് നമ്മളെ യാത്ര തുടരാം. ബഗായിസ് നമ്മൾ പോണ വഴി ആനനെ കണ്ടില്ലെങ്കിലും കുറെ പശുക്കുട്ടികളൊക്കെ ഉണ്ട്. നമ്മളവിടെ യാത്ര തുടർന്ന് പോണേട്ടാ. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയട്ടാ. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളും ടെൻ്റെല്ലാം ഫ്രണ്ടിലാണ്, സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ എന്നിട്ട് കാല് മര്യാദക്ക് വെക്കാനും പറ്റില്ല. പിന്നെ ഓടിക്കുമ്പോൾ കംഫർട്ടാണല്ല. ഈ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് നീക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ എല്ലായിടത്തും ബാക്കിലോട്ട് സെറ്റ് ചെയ്യാൻ പോകണം വണ്ടിയിൽ. അതിന് വേണ്ടിയാണ് നിർത്തിയത്. അപ്പോൾ നേരെ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും അങ്ങോട്ടും കറക്റ്റാക്കി വെച്ച് നീങ്ങാത്ത രീതിയിൽ എക്സ്പോലെ തന്നെ ക്രോസ് ആക്കിയിട്ടാലേ ഇത് മര്യാദക്ക് ഇതായിരിക്കുള്ളൂ. പിന്നെ ഇപ്പോൾ തന്നെ തിരിച്ചു പോരും. നേരെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാഗ് എടുത്തങ്ങോട്ട് വെച്ചിട്ട് അപ്പോൾ ഇവിടെ നല്ല വെള്ളം കാര്യങ്ങളൊക്കെ കാണാം. വെള്ളത്തിൻ്റെ ഞങ്ങൾ ഇവിടെ നേരെ ഇവിടെ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ടെന്നാണ് പറയണേ. ഈ പാലത്തിൻ്റെ അപ്പുറം കാട്ടിക്കൂടെ വെള്ളം കുടിക്കാൻ വരാറുണ്ടെന്നാണ് കേട്ടാ. അതുകൊണ്ടിട്ടാണ് കുറേ നേരം അവിടെ നിന്നെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വായും കാര്യങ്ങളൊക്കെ ഇത് ഈ ബെൽറ്റ് ഓൺലൈൻ നമുക്ക് കിട്ടൂട്ടെ. ആമസോണിലൊക്കെ ഇറക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സാധനങ്ങൾ ധനുഷ്കോടി പോകാൻ നേരത്തെ നമ്മുടെ ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സാധാ ബെൽറ്റ് വെച്ചൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ ആദ്യം പോകാൻ വേണ്ടി ടൈമിലാണ് നമ്മൾ മേടിച്ചത്. ഇത് സംഭവം അടിപൊളിയാണ്. ഇത് വെച്ച് ലോക്ക് ചെയ്തിട്ട് നേരെ ടൈറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് നല്ല ഫുൾ ടൈറ്റ് ചെയ്തിട്ടു സാധനം ഈ ബൈക്കിൻ്റെ സൈഡിലൊക്കെ വെച്ചാൽ എങ്ങനെയാണെങ്കിലും വെച്ച് ഈ സാധനം വെച്ച് ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്താലും പോകൂല. ആ ട്രിപ്പൊക്കെ പോകണ ലോങ്ങായിട്ട് സോളോ റൈഡ് അടിക്കുന്നവർക്ക് ഈ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിത് ലിങ്ക് ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാങ്ങേണ്ട അവർക്കൊക്കെ മേടിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ആ ബസ്സും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിർത്തിയേട്ടാ. ഇത് മാത്രമല്ല നമ്മൾ ക്ലോസ് ചെയ്ത് എല്ലാം കെട്ടി വെച്ച് സെറ്റാക്കിയേട്ടാ. അവിടെ നമ്മൾ യാത്ര തുടങ്ങാനാണ്. അപ്പോൾ നേരെ ഇത് നമ്മളപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത്. വണ്ടിയൊക്കെ വെച്ച് നമ്മൾ പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഇനി അങ്ങോട്ടാണ് യാത്ര തുടങ്ങാൻ പോകണേട്ട. അപ്പോൾ നമ്മൾ നടന്ന് ഏറെക്കുറെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടെ. വഴി ഓടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ നേരത്തെ തന്നെ കുരങ്ങന്മാരൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഓടി കിടപ്പുണ്ടേട്ടാ. ഇവിടെ അവൻ്റെ അടുത്തോട്ട് കിട്ടുമ്പോൾ നമുക്ക് അടുത്തല്ലോ വന്നേ നമ്മ നോക്കിക്കണ്ട് നമ്മ അടുത്തോട്ട് വരുമെന്നോ.
എടേ 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 ഇതാ അന്ന് നമ്മളടുത്ത് അറിയുന്നേട്ടാ നമ്മൾ അടുത്തോട്ട് വന്നേ അപ്പൊ ഇവിടെ ഒരാൾ കുപ്പിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണ്ട് ഇതിപ്പം ഈ മരത്തിൻ്റെ ഒത്തിരി അങ്ങനെ ഇത് അതിൻ്റെ പുള്ളിയുള്ള ചട്ടത്തിന് മേളിൽ നല്ല വ്യൂ ആണ് ആദ്യം നീ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മേളത്തെ വ്യൂ കണ്ട് ഇനി നമ്മൾ താഴത്തോട്ടാണ് തോന്നുന്നത്. താഴത്തോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടമേ നടന്ന് ഏറ്റവും താഴത്ത് എത്തിയല്ലേ നമുക്ക് താഴെ നിന്നുള്ള അടിപൊളി വിഷ്വൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാത്ത അതിരപ്പള്ളിയിലോട്ട് വരുമ്പോൾ ഈ താഴത്തോട്ട് വന്നേ ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാതെ പോരുതട്ടാ. ഇവിടെ ഇരിക്കാനും താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇരുന്ന് റെസ്റ്റ് എടുത്ത് തിരിച്ച് കയറാൻ നേരത്ത് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഇറങ്ങാൻ നേരത്ത് അങ്ങനെ അത്ര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ സ്ഥലമുണ്ടാവും. പിന്നെ ഇത് ഏറ്റവും അടിയിൽ ചെല്ലുമ്പോൾ കാണാൻ അതിനും അത്രയും ഇതുണ്ട്. നമുക്ക് നമ്മളെ കഷ്ടപ്പെട്ട് ഇവിടെ നമ്മൾ താഴെ വരെ വന്നതിൽ വ്യർത്ഥായിട്ടുള്ള കാഴ്ച അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എത്രയൊക്കെ ട്രിപ്പ് പോയാലും ഓഫീസിൽ നിന്ന് കോൾ വന്നാൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഗൈസ്. അങ്ങനെ എവിടുത്തെ ഫോണും വിളിച്ചുകൊണ്ടിരിക്കണേ. എപ്പോൾ ചെന്നാലും ഡ്യൂട്ടി ഒരു നേരം പോകുന്ന ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവായി കിട്ടാൻ മാർഗമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ താഴ്ത്തോട്ടെത്തിയട്ടാ. മുതിരപ്പള്ളി ചാട്ടത്തിൻ്റെ താഴെ നിന്നുള്ള വ്യൂ ആണ്. വളരെ അടിപൊളിയാണ്. നമുക്ക് ഇനി അടുത്തോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ തിരിക്കണുണ്ടോ. നമ്മൾ നേരെ ഇനി അടുത്ത ലൊക്കേഷനിലോട്ടാണ് പോണേ. അപ്പോൾ നമുക്ക് ആദ്യം പോകാനുള്ളതാണ്. അത് വന്നിട്ട് നമ്മളധികം
ലാഗടിപ്പിക്കാനുള്ള നമ്മൾ നേരെ അവിടുന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ പയ്യാൻ നടന്ന് മേലോട്ട് പോകാൻ വേണ്ട അങ്ങ് വണ്ടിയൊക്കെ ചെറുത്തെറ്റാണ് ഈ പോണേ. നമ്മൾ പോണ വഴിക്ക് ഒരു കുരങ്ങനെ അവിടെ നിന്ന് ഫ്രൂട്ടിയൊക്കെ കുടിക്കണ്ടായിരുന്നു. നമുക്ക് ആകാശ സമാനത്തോടെ ഒരു ഫ്രൂട്ടി കുടിക്കാൻ സമ്മതിക്കും. ഇപ്പോഴും വന്നേക്കും. ഓ ആ ഫ്ലോ അങ്ങോട്ട് പോയി. നമുക്കെന്താ തരില്ല. ഓഗൈസ് അതിരപ്പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എത്തിച്ചേർന്ന ഇങ്ങനെ ചാർപ്പ ബ്രിഡ്ജിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചയും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ ചാർപ്പ ബ്രിഡ്ജിൻ്റെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടാൽ നമ്മളിപ്പോൾ യാത്ര തുടങ്ങുന്നതാണ്. അപ്പോൾ മാക്സിമം രാത്രി ഒരു 8 മണിക്കുള്ളിലായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും സ്പോട്ടും കണ്ടു വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ കോടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് വേണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ത്രൂവ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കണം. ഇടയ്ക്ക് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. അല്ലാതെ പ്രോപ്പറായിട്ട് റെസ്റ്റ് നമ്മൾ വണ്ടിക്കും വേണം, നമ്മുടെ ബോഡിക്കും വേണം. അപ്പം നമ്മളാ യാത്ര ആദിയോഗിലോട്ടാണ്. ആ വഴി നമ്മൾ അതിരപ്പള്ളി അനക്കപ്പാറ ആ വഴി ഒരു റേഞ്ച് പിടിച്ചിട്ടാണ് നമ്മൾ നേരെ ആദിയോഗിലോട്ട് വേണം. നമ്മൾ പോണ വഴിയൊക്കെ നല്ല അടിപൊളി കാഴ്ചകളും ഫോറസ്റ്റിനുള്ളിൽ കൂടെ. അങ്ങനെ അതിരപ്പള്ളി ഫോറസ്റ്റ് റൂട്ട് തന്നെ 42 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഫോറസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു പയ്യന് വണ്ടി പഞ്ചറായി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റി എന്താണെന്നൊക്കെ വഴി കുറേ നോക്കി. നമ്മുടെ ഈ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഞ്ചർ കിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നോക്കി അത് ചോദിച്ചത് പറഞ്ഞ് ഓൾറെഡി ഇവൻ ഫോറസ്റ്റ് കയറുന്നതിന് മുമ്പ് പഞ്ചറായിട്ട് എയറടിച്ചിട്ട് നേരെ ഇവൻ ഫോറസ്റ്റ് റൂട്ടിലോട്ട് കയറ്റി. അതാണ് പറ്റിപ്പോയി. അതിന് ഇവിടെ നിന്ന് വേറെ വണ്ടിയൊന്നും വരില്ല. അങ്ങനെ ഞങ്ങൾ കുറേ വണ്ടി കയറി കഴിയാൻ ലാസ്റ്റ് ഒരു ലോറി നിർത്തി തന്ന് വണ്ടി അതിനകത്ത് കയറ്റി ഇട്ട്. ഒരു ലോറി ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല, വണ്ടി കയറ്റുന്നതായത് കൊണ്ടിട്ട്. അങ്ങനെയാണ് അവിടെ നിന്ന് ബാക്ക് ചെയ്ത് നമ്മൾ പിന്നെ യാത്ര തുടർന്ന് നമ്മൾ പിന്നെ പെൻസിലേക്ക് പോയി. പിന്നെ അവിടുത്തെ വ്യൂവിൻ്റെ അങ്ങോട്ട് അടുത്ത യാത്ര തുടർന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണും. ഓദേശം നമ്മൾ പെൻസോക്കിൻ്റെ വൈപ്പിൻ്റെ അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് അത് എല്ലാ വ്യൂവൊക്കെ ആശ്രയിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങാനാണ്. അടുത്ത് നമ്മൾ ഷോള ഡാമിൻ്റെ അങ്ങോട്ടാണ് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണേണ്ട. നമ്മൾ ഏറെക്കുറെ ഒരു 6 മണി 6 ഇഞ്ചായി നമ്മളെ യാത്ര ആയിട്ട്. നമ്മൾ മാക്സിമം ഇന്ന് കവർ ചെയ്യാനാണ് നോക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദിയോഗിയിലെത്തണം. അതുകൊണ്ടിട്ട് നമ്മൾ നേരെ മാക്സിമം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം കവർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്കാകുമ്പോൾ നമുക്കധികം ഓട്ടം ഉണ്ടാവില്ല. നമ്മൾ മാക്സിമം ഒരു 8 മണി വരെയൊക്കെ വണ്ടി ഓടിക്കുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഹെയർ പിന്നും വളവൊക്കെയാണ്.
നല്ല ഉളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ നേരെ സോളാർ ഡാം വന്നിട്ട് അവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു ഫുഡും കഴിച്ച് എവിടെയെങ്കിലും നമുക്ക് പറ്റിയ സ്ഥലത്ത് ടെൻ്റ് അടിക്കാന്നുള്ള ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേട്ടാ. അപ്പോൾ നമുക്ക് നേരെ ഡാമിൻ്റെ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. വയസ്സ് നമ്മൾ സോളാർ ഡാമിൻ്റെ അടുത്ത് എത്താറായിട്ടാ. ദേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ തലപ്പൊക്കം. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ്, ഒരു ബസ് സ്റ്റോപ്പിലാണ് നമുക്ക് ടെൻ്റ് അടിച്ചേക്കണേ. നമ്മൾ നേരെ നാളെ ആദ്യം അപ്പോൾ നേരത്തെ എണീറ്റ് പോകണം. അത്യാവശ്യം കിലോമീറ്ററുകളുണ്ട്. അങ്ങനെ രാവിലെ ഒരു 5:30 നമ്മൾ എണീറ്റ് റെഡി ആണേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് നമ്മൾ അവിടുത്തെ ആൾക്കാർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുപ്പിന് എണീറ്റ് റെഡിയായത്. അങ്ങനെ നമ്മൾ റെഡിയായിക്കൊണ്ടിരിക്കണം. നമ്മളെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. അപ്പം നമ്മളെല്ലാ സാധനവും വണ്ടി നൂരി അകത്ത് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വെച്ചിരുന്നു. അപ്പം ഇനി അവിടെ നിന്ന് യാത്ര തുടങ്ങി. നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ടൊരു കാർ മ്യൂസിയത്തിലാണ്. അപ്പം അവിടെ ചെന്നിട്ട് അവിടെ കാർ മ്യൂസിയം മാത്രമല്ല കേട്ടോ, സയൻസ് മ്യൂസിയം അങ്ങനെ 2-3 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ മ്യൂസിയത്തിലോട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.